VMTV ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് വേളിയിലാണ്. ഈ ഒരു ദിവസം ഒരുപാട് പേര് വേളിയിലേക്ക് എത്തുന്നുണ്ട്. പല ദൂര സ്ഥലത്തു നിന്ന് പോലും ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ വേളിയിലെത്തിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകരിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. ഫസ്റ്റ് നമ്മുടെ ടീമൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. പേരെന്താണ്? ആനി. എവിടെയാണ് സ്ഥലം? എവിടെയാണ് ആനി? ഇടുക്കിയിലാണ്. സുഖമായിരിക്കുന്നോ? അപ്പോൾ തിരുവനന്തപുരത്ത് എന്താ പരിപാടി? വർക്ക് ചെയ്യുന്നു. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എത്ര വർഷമായി? 3 വർഷമായി. ഇടുക്കിയാണോ നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രമാണോ? ഏതൊക്കെ കാര്യത്തിൽ ഒരു ഡിഫറൻറ്റ് തോന്നുന്നത് എന്താണ്? നമ്മളെ സ്വന്തം നാടും തിരുവനന്തപുരം തമ്മിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിഫറൻറ്റ് തോന്നുന്നുണ്ടോ? ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ? തോന്നിയിട്ടില്ല. വീട്ടിലാരൊക്കെ ഉണ്ട് ആനിയുടെ? എല്ലാവരും വിളിക്കാറുണ്ടോ? എല്ലാവരും അന്വേഷണം പറഞ്ഞോ ഞങ്ങളുടെ. ഓക്കെ, ശരി. ബ്രോ പേരെന്താണ്? ആഷ്ബിൻ. എവിടെയാ സ്ഥലം? ഇടുക്കി തന്നെയാണ്. ഓക്കെ. അപ്പോൾ മുന്നേ അറിയുന്നവർ തന്നെയാണോ? ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ? അങ്ങനെ പറയണ്ടല്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. സോറി കേട്ടോ. ശരി. ടെക്നോ പാർക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ശരി. ഓക്കെ. എങ്ങനെയുണ്ട് ട്രിവാൻഡ്രം ലൈഫ്? എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഓക്കെ. ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്വപ്നം അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? വേൾഡിൽ തന്നെ ബാലി പോകണം എന്നുള്ള ആഗ്രഹം. അവിടുത്തെ ഒരു പോസിറ്റീവ് എന്താണ്? അതൊരു അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഓക്കെ. തിരുവനന്തപുരം ഒരു ടൂറിസ്റ്റ് മേഖലയിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 2-3 വർഷമായില്ലേ ഇവിടെ? ഓക്കെ. തിരുവനന്തപുരം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ പൂർണ്ണമായിട്ടും ഒരു വിജയം കൈവരിച്ചോ? അല്ലെങ്കിൽ സാധ്യതകൾ ഇനിയും ഉണ്ടോ? സാധ്യതകളുണ്ട്. കുറച്ചുകൂടെ സാധ്യതകൾ വേണം എന്നാണ് ആഗ്രഹം അല്ലേ? ശരി. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണല്ലേ? കൈ തന്നോ? ഒരു കുഴപ്പമില്ല. പേരെന്താ? ഷെയ്ക്കിൻ്റെ പേര് പറ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തോന്നല്ലോ. രാവിലത്തെ ടെൻഷനാണ്. ശരി. സാറിൻ്റെ പേരെന്താണ്? ഉണ്ണികൃഷ്ണൻ. സ്വദേശം എവിടെയാണ്? ട്രിവാൻഡ്രം തന്നെയാണ്. ഓക്കെ. ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ഗവൺമെൻറ് സെക്ടറിലാണ്. ശരി. അപ്പോൾ ഇന്ന് ലീവാണ്. ഓക്കെ. അപ്പോൾ യാത്രകളൊക്കെ ആയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി? രാവിലെ നമ്മൾ സാറ്റർഡേ ഹോളിഡേ ആണ്, പൊതുവെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഓക്കെ. ശരി. വെക്കേഷൻ ടൈമൊക്കെ ദൂര സ്ഥലങ്ങളൊക്കെ പോയോ? സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട്? റീസെൻ്റ് ആയിട്ടൊക്കെ കൊടൈക്കനാൽ അങ്ങനെയുള്ള ഇടുക്കി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അവരുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ശരി. ഹായ്, എന്താ പേര്? എവിടെ പോയി പല്ലൊക്കെ? നീ നന്നായിട്ട് ചോക്ലേറ്റ് കഴിക്കുന്നല്ലോ. ഓക്കെ. എത്രയിലാണ് പഠിക്കണേ? ഫസ്റ്റിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ജ്യോതി സെൻട്രൽ സ്കൂളാണ്. പഠിക്കാനൊക്കെ മിടിക്കുകയാണോ? നല്ല ഈ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ അവിടെ. പാട്ട് പാടുമോ? ക്ലാസ്സിനൊക്കെ പഠിച്ചെന്നൊരു പാട്ട് പാടാം. ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയേ കേൾക്കട്ടെ. എന്നാൽ അങ്ങനെ നല്ല ഈസി ആയിട്ടുള്ള ചോദ്യം ചോദിക്കുക, സമ്മാനവും തരാം. ഇല്ല. ഓക്കെ. ചേച്ചിയുടെ പേരാണ്? ലക്ഷ്മി. സ്വന്തം സ്ഥലം ട്രിവാൻഡ്രം തന്നെയാണ്. ഓക്കെ. ജോലിയൊന്നും ചെയ്യുന്നുണ്ട് ചേച്ചി? ഡാൻസ് ടീച്ചറാണ്. എവിടെയാണ്? ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ഞങ്ങൾ പോത്തങ്കോടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ക്ലാസിക്കൽ ഒരു ക്ലാസിക്കൽ മാത്രം, സിനിമാറ്റിക് അങ്ങനെയൊന്നുമില്ല? സെമി ക്ലാസിക്കലൊക്കെ പഠിപ്പിക്കും, സിനിമാറ്റിക് ഇല്ല. ഓക്കെ. ഈ പൊതുവേ പറയാറുണ്ട് ഇപ്പോൾ ഈ ഡാൻസ് എന്ന് പറയാം, പ്രത്യേകിച്ച് റിയാലിറ്റി ഷോൻ്റെ ഒക്കെ ഒരു കാലഘട്ടമായതുകൊണ്ട് കുട്ടികൾക്ക് ഈ ഡാൻസ് ഇതിലേക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പഠിക്കാനൊക്കെ താല്പര്യമുണ്ട്. യഥാർത്ഥത്തിലുള്ള സത്യം തന്നെയാണോ അത്? പിള്ളേർക്ക് ഇപ്പം ഒരുവിധം പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡാൻസ് അറിയാത്തവരാണ് കൂടുതൽ, അറിയുന്നവർ കുറച്ചാണ്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഡാൻസ് കളിക്കാൻ അറിയുന്ന കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. കാരണം അവർ കാണുന്ന വിഷ്വലും കാര്യങ്ങളൊക്കെ അതുപോലുള്ളതായിരിക്കും അല്ലേ? ശരി. പാട്ട് പാടും? ഇല്ല. പാട്ട് പാടാൻ തോന്നുന്നു. അത്യാവശ്യം പാടും. 2 ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട്. ഇത് ഡാൻസ് ടീച്ചറാകുമ്പോൾ അത്യാവശ്യം പാട്ട് വേണമല്ലോ നിർബന്ധമായിട്ടും. ഇത് ഇവരും കാത്തിരിക്കുകയാണ്, ഇടുക്കിക്കാർ കാത്തിരിക്കുകയാണ് അല്ലേ? പാട്ട് കേൾക്കാൻ കാത്തിരിക്കല്ലേ? അതാണ് ട്രിവാൻഡ്രം. ഇഷ്ടമുള്ളൊരു പാട്ട്, ഏത് പാട്ടായാലും കുഴപ്പമില്ല. ഇടക്കിടക്ക് പാടിത്തരുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? അങ്ങനെ ഹിന്ദി ഏതെങ്കിലും? മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയേ നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. അടിപൊളി. സൂപ്പർ. ഒരു കൈയ്യടി കൊടുക്കുക ഉഷാറായിട്ട്. ശരി. അപ്പോൾ കുറച്ചൊന്ന് എടുത്തുകൊണ്ടിരിക്കുക, ഒന്ന് ഫിൽ ചെയ്യാം. ശരി. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് VMTV ചാനലൊരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഇഞ്ചോടിഞ്ച് എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ പറയാറുണ്ട്, നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സെപ്പോൾ ചെറിയായിട്ട് കുട്ടിത്ത് എപ്പോഴും ജോലി ഭാരം മാത്രം തലയിൽ പേര് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ആസ്വദിക്കാൻ പറ്റത്തില്ല. അല്പം കുസൃതിയും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഒരു 10 കുസൃതി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. കുസൃതി രീതിയിൽ മാത്രം ആക്കുക. GK അങ്ങനെ ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആരാണോ ഈ ടീമിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരും. ഓക്കെ. ശരി. സംഗതി ഫണ്ണിയാണ്. ഫണ്ണി ചോദ്യം. ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കാൻ പോകുന്ന 10 ചോദ്യം. അതിൽ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്.
ചിലപ്പോൾ നമ്മുടെ അതിനു മുമ്പ് ചേച്ചിയോടെ തന്നെ ഒരു കാര്യം ചോദിക്കാം. എപ്പോഴും കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ, പ്രത്യേകിച്ചും ഡാൻസ് കോമ്പറ്റീഷൻ മത്സരങ്ങളൊക്കെ ആയിട്ട്. മത്സരം വേദിയിൽ കുട്ടികൾ തമ്മിലുള്ള മത്സരത്തിനേക്കാൾ കൂടുതൽ പിറകിൽ, സ്റ്റേജിന് പിറകിൽ മാതാപിതാക്കൾ തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിലൊരു സത്യമാണോ അത്? ആണ്, പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി ശരിക്കും. പിള്ളേർ തമ്മിൽ തന്നെ നല്ല ഹെൽത്തി കോമ്പറ്റീഷൻസ് ഉണ്ട്. പക്ഷേ ഭയങ്കര പൈസ വാങ്ങി കൊടുക്കലും അങ്ങനെയൊക്കെയാണ് ഇപ്പം. പണ്ടത്തെ പാരൻസ് തമ്മിലുള്ള മത്സരം എന്നുള്ള രീതി മാറി. ഇപ്പൊ ജഡ്ജസ് തമ്മിൽ ആര് കൂടുതൽ പൈസ വാങ്ങി ആർക്ക് പ്രൈസ് കൊടുക്കും എന്നുള്ള മത്സരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ മത്സരം എന്നുള്ളത് ഇങ്ങനെ കുത്തിവെച്ചാൽ നല്ലതാണോ? മത്സരം എന്നുള്ളൊരു വാക്ക് അല്ല, മത്സരം നല്ലതാണ്. ഹെൽത്തി കോമ്പറ്റീഷൻ പരസ്പരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മാത്രം മാനസികമായിട്ടുള്ള ഒരു മത്സരം. നമ്മൾ എപ്പോഴും ഹെൽത്തി എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. അത് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി കുഴപ്പമൊന്നുമില്ല. ശരി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. പല മത്സരങ്ങളും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നടക്കാറുണ്ട്. ചോദ്യം, ജയിക്കുന്നത് പിന്നിലേക്ക് പോകേണ്ടി വരുന്ന മത്സരം ഏതാണ്? ജയിക്കാൻ പിന്നിലേക്ക് പോകുന്ന മത്സരം? വടംവലി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമുക്ക് ഓരോ പോയിന്റ് അങ്ങോട്ട് കൊടുക്കാം. രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വടംവലി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയും കമ്പവലി എന്നൊക്കെ പൊതുവെ പറയുന്ന, തെക്കോട്ടൊക്കെ പറയുന്നത് കമ്പവലി, അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ പറയുന്നത് വടംവലി, കമ്പവലി എന്ന് പറയും. റൈറ്റ് ആൻസർ വടംവലി എന്നുള്ള റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്, ഓരോ പോയിന്റായിട്ട് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കഴിക്കാൻ പറ്റുന്ന നിറം? ഓറഞ്ച്. റൈറ്റ് ആൻസർ. കഴിക്കാൻ പറ്റുന്ന നിറം ഓറഞ്ച്. പെട്ടെന്ന് ഓടിയില്ല അല്ലേ? വേറെ എവിടേക്ക് പോയി? ശരി, മൂന്നാമത്തെ ചോദ്യം. ആ ഓ അങ്ങനെ ആപ്പിളൊക്കെ. ശരി, മൂന്നാമത്തെ ചോദ്യം, കഴിക്കാൻ പറ്റുന്ന നിറം ഓറഞ്ച്. റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ഒരു തമിഴ് വാക്കും മലയാളം വാക്കും ചേർന്ന് കഴിഞ്ഞാൽ ചേർന്ന് വരുന്നൊരു ഫ്രൂട്ട് ഏതാണ്? ഒരു തമിഴ് വാക്ക് ഒരു മലയാള വാക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടിൻ്റെ പേരാകും. എന്താണ്? ഒരു തമിഴ് വാക്ക് ഒരു മലയാളം വാക്ക്, അത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടിൻ്റെ പേരാകും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടിൻ്റെ പേര്. അത് മലയാളത്തിൽ തന്നെ പറയണം, മലയാളത്തിൽ തന്നെ വരുന്ന ഒരു വാക്ക് കൂടിയാണത്. പക്ഷേ അതിലൊരു തമിഴ് വാക്ക് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരു തമിഴ് എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു തമിഴ് വാക്കിൽ തുടങ്ങുന്നു, ഒരു മലയാളം വാക്കിൽ അവസാനിക്കുന്നു. ഇത് മാങ്ങയാണോ? വാക്കാണ്, അക്ഷരമല്ല. ഒരു തമിഴ് വാക്കാണ്. ഒരു തമിഴ് വാക്കും ഒരു മലയാളം വാക്കും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടിൻ്റെ പേരാകും. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടിയും ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ചില ഡോക്ടേഴ്സൊക്കെ പറയും അത് കഴിച്ചോളൂ, നല്ലതാണെന്നൊക്കെ പറയും. തമിഴ് വാക്കിൽ തുടങ്ങി മലയാള വാക്കും, ഒരു തമിഴ് വാക്കും മലയാള വാക്കും ചേർന്നാൽ കിട്ടുന്ന ഒരു ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോഴെങ്കിലും പുറത്തുനിന്നൊക്കെ വരുന്നതാണെങ്കിലും തണ്ണിമത്തൻ. റൈറ്റ് ആൻസർ. കണ്ട തണ്ണിമത്തൻ. തമിഴ് വാക്കും ഒരു മലയാളം വാക്കും ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് തണ്ണിമത്തൻ. ഓക്കെ. നാലാമത്തെ ചോദ്യം, തലതിരിഞ്ഞ പെണ്ണേതാണ്? ലത. റൈറ്റ് ആൻസർ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, നമ്മൾ ചിലപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനം കാണാതായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് ടെൻഷനായിരിക്കും. അതിങ്ങനെ ജോലിക്ക് പോകേണ്ട സമയം പോലും നോക്കില്ല, അത് തിരഞ്ഞ് കിട്ടുന്നത് വരെ ചിലപ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ടാകും. ചോദ്യം ഇതാണ്, ചിലർ ഇത് കിട്ടുന്നത് വരെ തിരയും, കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചെറിയും. എന്താണ്? ചിലർ ഇത് കിട്ടുന്നത് വരെ തിരഞ്ഞുകൊണ്ടിരിക്കും, കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചെറിയും. നമുക്കൊരു സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവം. കുസൃതി. ചിലർ ഇത് കിട്ടുന്നത് വരെ തിരയും, കിട്ടിക്കഴിഞ്ഞാൽ ഇത് വലിച്ചെറിയും. സിമ്പിളാണ്. ഒരു ദിവസം മോർണിംഗ് ടു ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ്, നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു സമയം നടക്കുന്നൊരു സംഭവമാണ്. ചിലർ ഇത് കിട്ടുന്നത് വരെ തരും, കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചെറിയും. ഇല്ല, സിമ്പിൾ, വളരെ സിമ്പിളാണ്. നമ്മളെല്ലാ വീടുകളിലും നടക്കുന്നൊരു സംഭവം, എല്ലാ വീടുകളിലും ഉണ്ടാവും. ചിലർ ഇത് കിട്ടുന്നത് വരെ തിരഞ്ഞുകൊണ്ടിരിക്കും, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് വലിച്ചെറിയും. സിമ്പിൾ. ഫുഡിൻ്റെ ഒക്കെ ക്രമങ്ങൾ എങ്ങനെയാണ് പൊതുവേ? ഈ മറ്റേ നമ്മൾ ഫാസ്റ്റ് ഫുഡിനോടൊക്കെ അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടോ? ഇല്ല, മിക്സഡാണ്. നിങ്ങളുടെയൊക്കെ ഒരു ലൈഫ് മിക്സഡ് തന്നെയാണ്. ഓക്കെ. ഒരു ഫുഡുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യുമോ? ഇത് കറിവേപ്പിലല്ല. ചിലർ ഇത് കിട്ടുന്നത് വരെ തിരഞ്ഞുകൊണ്ടേയിരിക്കും, കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചെറിയും. സിമ്പിളാണ്, വളരെ സിമ്പിളാണ് ഇത്. പക്ഷേ ചോദ്യം പുളിയാണോ? പുളിയല്ല. ചൂലല്ല. തിരഞ്ഞുകൊണ്ടേയിരിക്കും, ഇത് കിട്ടുന്നത് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കും, കിട്ടിക്കഴിഞ്ഞത് വലിച്ചെറിയും. ഇല്ല,
അത്ര അങ്ങോട്ട് പോകണില്ല ചേട്ടാ. ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ല. അത് നമ്മൾ ഈ അരിയിൽ നിന്നും കല്ലെടുക്കുന്നൊരു സംഭവമുണ്ട്. അരിയിൽ നിന്ന് അല്ലേ കിട്ടുന്നത് വരെ തിരഞ്ഞുകൊണ്ടേയിരിക്കും, കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചെറിയും. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ശരി, നമ്മൾ ഇനി 6ാമത്തെ ചോദ്യം. നമുക്ക് ചിലപ്പോഴെങ്കിലും നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സെയിം പേരുള്ള ആൾക്കാരുണ്ടാവും. സാറിൻ്റെ സ്ഥാപനത്തിൽ തന്നെ സെയിം പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇനീഷ്യൽ എന്ന് പറയുന്നത് ഒരാളെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതായിരിക്കും. ചോദ്യം: പേരിൻ്റെ കൂടെ ഇനീഷ്യലുള്ള മൃഗം ഏതാണ്? കുസൃതിയാണ്, ആ രീതിയിലെടുത്താൽ മതി. പേരിൻ്റെ കൂടെ ഇനീഷ്യലുള്ള മൃഗം. പേരിൻ്റെ ഒരു ഇനീഷ്യലായിട്ട് തന്നെ വരും. അത് കുസൃതിയാണ്. പേരിൻ്റെ കൂടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ. നമ്മൾ ഇവിടെ സൂലൊക്കെ പോയിട്ടുണ്ടോ? ട്രിവാൻഡ്രം സൂലൊക്കെ പോയിട്ടില്ലേ? ഓക്കെ, അവിടെയൊക്കെ നമുക്ക് കാണാം. ഉണ്ട്. പേര് കഴിഞ്ഞിട്ടാണ്. പേര് കഴിഞ്ഞിട്ടാണ്. പേരിൻ്റെ കൂടെ ഇനീഷ്യൽ വരുന്നത്. പേരിൻ്റെ ആദ്യമല്ല, പേരിൻ്റെ കൂടെ ലാസ്റ്റ്. അതൊരു ഇനീഷ്യലായിട്ട് തന്നെ വരും. ചേട്ടൻ്റെ ഇനീഷ്യൽ എന്താണ്? ബി. ബി മാത്യു എന്നാണ്. അപ്പോൾ ഇതൊരു സ്പെല്ലിംഗ് ആയിട്ട് വരുന്നതാണ്. പേരിൻ്റെ കൂടെ ഇനീഷ്യൽ വരുന്നൊരു മൃഗം. കുസൃതിയായിട്ട് എടുത്താൽ മതി കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ പറയണേ, കരാട്ടി അല്ലേ? പേരിൻ്റെ കൂടെ ഇനീഷ്യൽ വരുന്ന ഒരു മൃഗം നമുക്ക് സൂല് കാണാം. നമ്മുടെ ട്രിവാൻഡ്രം സൂലുണ്ട്. ഇനീഷ്യൽ എന്ന് ഒരു മീൻസ് പേരല്ല വരുന്നത്, ഒരു ഇനീഷ്യൽ, ഒരു സ്പെല്ലിംഗ്. അല്ല, ഈ പേര് ഇംഗ്ലീഷ് പേരാണോ ഉദ്ദേശിച്ചത്? ആ പറഞ്ഞോ, പറ. ചമ്മലിന്റെ ആവശ്യമില്ല, പറഞ്ഞു. ഒരു കുഴപ്പമില്ല. എന്തൊരു ഉത്തരം ഉണ്ട് ആളുടെ കയ്യിൽ. പറഞ്ഞു. ഇല്ല, എനിക്കില്ല. ഇല്ല. ഏതാണ്ടൊക്കെ അടുത്തത് അങ്ങനെ ഒരു ഇതിൽ വരുന്ന ഒരു ജീവിയാണത്. ഒരു ഡിനോസറൊക്കെ പറഞ്ഞില്ല, ഡൈനോസറൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങനെയുള്ളൊരു ഇതായിട്ടുള്ളൊരു ജീവിയാണ്. അല്ല, ഏതാണ്ടൊക്കെ അടുത്തെത്തി വരുന്നുണ്ട്. പക്ഷെ അതിന്റെ പേര് അല്ല, അല്ല. പക്ഷെ ഈ പേര് കൃത്യമായിട്ട് പറഞ്ഞാലേ നമുക്കത്. ചിമ്പാൻസി. റൈറ്റ് ആൻസർ. ചിമ്പാൻസി. പേരിന്റെ കൂടെ എന്നെ കൊല്ലല്ലേ. പേരിന്റെ കൂടെ ഇനീഷ്യലുള്ള മൃഗം ചിമ്പാൻസി. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ഇത് ഹൈ ലെവലിലേക്ക് പോയോ? നല്ല ലെവൽ. ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം: ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന വനം ഏതാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്ന വനം. കുസൃതി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്ന വനം ഏതാണ്? ആൾക്കാർ ജീവിക്കുന്ന വനം. എല്ലാവരുടെയും ഒരു സ്വപ്നം. ഏറ്റവും ആൾക്കാർ ജീവിക്കുന്ന വനം. ആ ലെവലിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ആ ലെവലിൽ തന്നെ ഒന്ന് പിടിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്ന വനം. നമ്മുടെ സ്വപ്നമാണത്. സ്വപ്നം. ഭവനം. റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. നമുക്കിപ്പോൾ ചില ആൾക്കാർ പറയുന്നത്, നീ അധികം സൂട്ടി സംസാരിക്കണം, നിൻ്റെ നാവ് ഭയങ്കര പ്രശ്നമാണ്. ചില സമയത്തൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പോൾ ഭയങ്കരമായി പോകും. ചോദ്യം: കാണാൻ പറ്റാത്ത നാവ്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലത്. നാവ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലത്. പക്ഷെ ചില സമയത്തൊക്കെ നമ്മളതിങ്ങനെ കാണാറുമുണ്ട്. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടില്ല. ഏതാണ്ടൊക്കെ അടുത്ത് എത്തിട്ടോ. കനവ് അല്ല, നാവ്. കിനാവ്. റൈറ്റ് ആൻസർ. അടുത്ത രണ്ട് ചോദ്യം കൂടി ചോദിച്ചാൽ നമുക്ക് നിർത്താം. ഓക്കെ, ചോദ്യത്തിലേ ഉള്ളൂ. ഒരിക്കലും കായ്ക്കാത്ത പൂക്കാത്ത മരം. ഒരിക്കലും കായ്ക്കില്ല, പൂക്കില്ല മരം. ഒരിക്കലും കായ്ക്കാത്തതും പൂക്കാത്തതുമായ മരം. സിമ്പിൾ. മരം എന്നിൽ അവസാനിക്കുന്നു. ഒരിക്കലും കായ്ക്കുമില്ല, പൂക്കുമില്ല. പക്ഷെ ചില സമയത്ത് അതിൽ നിന്ന് വേദന ഉണ്ടാകും. ചിലപ്പോഴെങ്കിലും അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും ഒരു മരം ചിലപ്പോഴെങ്കിലും അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. നമ്മൾ പഠന കാലഘട്ടമൊക്കെ ഓർക്കുന്ന സമയത്ത് ഒരിക്കലും കായ്ക്കാത്ത പൂക്കാത്ത മരം
സമരം. റൈറ്റ് ആൻസർ സമരം. ലാസ്റ്റത്തെ ഒറ്റൊരു ചോദ്യം കൂടി ചെയ്ത് നിർത്താം. ഓക്കെ, മലയാളത്തിലെ 3 അക്ഷരങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കുക. മലയാളത്തിലുള്ള 3 അക്ഷരങ്ങൾ, ഓരോരോ അക്ഷരം കഴിഞ്ഞാലും ഒരു 0 വരും, ഒരടപ്പ് വരും. അങ്ങനെയുള്ള മലയാളത്തിലൊരു വാക്ക് ഏതാണ്? മലയാളത്തിലുള്ള 3 അക്ഷരങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഒരക്ഷരം കഴിഞ്ഞ് ഒരു 0 വരും, പിന്നീട് ഒരു അക്ഷരം വരും, പിന്നീട് ഒരു 0 വരും, പിന്നീട് ഒരു അക്ഷരം വരും, പിന്നീടൊരു 0 വരും. അങ്ങനെ വരുന്ന മലയാളത്തിലെ 0 വരും. 3 0 3 അക്ഷരം. എഴുതുന്നതിൽ വരുന്ന ഒരു 0 ഉണ്ടല്ലോ. 3 അക്ഷരങ്ങൾ, മലയാളത്തിലുള്ള 3 അക്ഷരങ്ങൾ. ആദ്യത്തെ അക്ഷരം കഴിഞ്ഞ് ഒരു 0, നമ്മൾ ഈ എന്നൊക്കെ എഴുതുമ്പം 0 ഇടില്ലേ, ആ ഒരു ഇത്. പിന്നീട് ഒരു അക്ഷരം, പിന്നീട് ഒരു 0, പിന്നീട് ഒരു അക്ഷരം, ലാസ്റ്റ് ഒരു 0. അങ്ങനെ വരുന്ന മലയാളത്തിലെ ഏക വാക്ക് ഏതാണ്? ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളത് പറയുന്നൊരു വാക്കാണ്. ചില ആൾക്കാർ അത് സ്വന്തം ജീവിതത്തിലേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാറുണ്ട്, ചില ആൾക്കാർ കൂട്ടമായിട്ട് അത് കൊണ്ടുവരാറുണ്ട്. മലയാളത്തിലെ 3 അക്ഷരങ്ങൾ, ഒരക്ഷരം കഴിഞ്ഞ് ഒരു ചെറിയൊരു അടപ്പ്, പിന്നീട് ഒരു അക്ഷരം, പിന്നീട് ഒരു അടപ്പ്, പിന്നീട് ഒരു അക്ഷരം, പിന്നീട് ഒരു അടപ്പ്. ഇങ്ങനെ വരുന്ന മലയാളത്തിലെ ഏക വാക്ക് ഏതാണ്? ഇത് നമ്മൾ പറയാം വംശനാശം എന്നൊക്കെ പറയുമ്പോൾ വം എന്ന് എഴുതിയിട്ടില്ല, ഒരു 0 വന്നു, നാശത്തിലാണ് 0 വരുന്നത്. ഇതതുപോലെയല്ല, ഓരോ ഈ 3 അക്ഷരത്തിന് ചോദ്യം മനസ്സിലായല്ലോ, ചോദ്യം മനസ്സിലായി. അങ്ങനെയുള്ള ഏക വാക്ക് ഏതാണ് മലയാളത്തിലെ ഏക വാക്ക്? ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ ഇത് ഒറ്റയ്ക്ക് തുടങ്ങും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇത് ഇതാകാറുണ്ട്. ചില ആൾക്ക് കൂട്ടമായിട്ട് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഫാമിലിയായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സംരംഭം. റൈറ്റ് ആൻസർ സംരംഭം. പക്ഷെ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നമ്മളെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. ചേച്ചിയുടെ പേരൊന്നും കൂടി പറഞ്ഞേ. ലക്ഷ്മി. ചിമ്പാൻസി അവിടെ തന്നെ. ഞാൻ ചിമ്പാൻസി ഉണ്ടോ? ശരി, അപ്പോൾ ലക്ഷ്മി ചേച്ചിയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി ചേച്ചിയാണ്. നല്ലൊരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഷെയറായിട്ട് കൈയടി കൊടുക്കുക. അപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് VMTV ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം, നല്ല ഉഷാറായിട്ട്. ഓക്കെ, സമ്മാനങ്ങൾ ഈ കൈ കൊണ്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ചാനലിന് മുമ്പിൽ നിന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, അപ്പോൾ സന്തോഷം, അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. VMTV ചാനലും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പ്രോഗ്രാമുകളും ന്യൂസുകളും കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് വിരൽത്തുമ്പിലേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ. താങ്ക് യു.